എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മഹേഷ് സാറ്, യോഗം ഉദ്ഘാടനം ചെയ്ത അഡീഷണൽ എസ് പി ശ്രീ ജിൻസൺ മാത്യു സാറ്, ഇന്നത്തെ വിശിഷ്ടാതിഥിയായിരുന്ന ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ മോഹനീതൻ FPS അവരുകൾ, സ്വാഗതം ആശംസിച്ച ശ്രീ പ്രിയലാൽ, MDO ജിൻസൺ സാർ, വേദി സദസ്സിലിരിക്കുന്ന മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ നോട്ടീസിൽ കണ്ടു കഴിഞ്ഞ 40ഓളം വർഷമായി ക്ഷേത്രത്തിൽ കുഴികളിൽ അതൊരു ശകലം തള്ളലായിപ്പോയി. 36 വർഷമായുള്ളൂ. അത് 88 തിരുവനന്തപുരത്ത് ആണ് സർവീസിൽ കയറിയത്. 90 ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ ആയി വന്നു. ഇവിടെ വന്ന് ജൂലൈ മാസത്തില് വന്ന് ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ അന്നത്തെ ഇവിടെ AC ആയിരുന്നു ഗോപിനാഥ് സാറ്, RE ആയിരുന്നു വിശ്വനാഥ് സാറ്, അന്നത്തെ ക്വാർട്ടർ മാസ്റ്ററായിരുന്നു ശ്രീ രാധാകൃഷ്ണപിള്ള സാർ, ഇവര് കൂടി ആലോചിച്ചാണ് എന്നെ ഇവിടെ ക്ഷേത്രത്തിലെ പൂജ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചു. എന്നെ വിളിച്ചതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വീടിവിടെ അടുത്തല്ല, ഹരിപ്പാടിന്റെ അടുത്താണ്, മുട്ടം ആണ് പ്രോപ്പർ. ഈ അമ്പലത്തിലെ ഏറ്റാല് എങ്ങനെയാണ് എനിക്കത് വീട്ടിൽ ഇപ്പൊ വെളുപ്പിനെ വരണ്ടേ, വൈകുന്നേരം രാത്രി ആകുന്നതിന് ഇവിടെ അടച്ചത്. അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇയാൾ ഇവിടെ ഓഫീസിൽ സ്റ്റാഫായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകും, RI1 റൈറ്ററായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകും. വിശ്വനാഥ് സാർ എന്നോട് പറഞ്ഞു. അങ്ങനെ അവിടെ പോസ്റ്റ് ചെയ്ത് അതിനോടുകൂടി ക്ഷേത്രത്തിലെ ജോലി നോക്കണം. പോയി വരാൻ നോക്കണ്ട, ഇവിടെ പോർട്ടേഴ്സ് ഒരെണ്ണം ഒഴിഞ്ഞ് കിടപ്പുണ്ട്, അത് നോട്ട് ചെയ്ത് തരാം, അത് ചെയ്യണം നിർബന്ധമായിട്ട് എന്നോട് പറഞ്ഞ ഞാൻ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഓഫീസിലെ ജോലിയും ക്ഷേത്രത്തിലെ ജോലിയും ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി 2018 ഫെബ്രുവരി മാസത്തിൽ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഓഫീസറുടെ ഡ്യൂട്ടി എന്ന RI1 റൈറ്ററുടെ ജോലിയാണ് ഇവിടുത്തെ ഓഫീസർമാർ ഡ്യൂട്ടി ഡീറ്റെയിൽ ചെയ്യുന്നത്, ശ്രീമാരുടെ ASIമാർ. അതിന്റെ തലഹത്തിന് വിളിച്ചു കളയാൻ സ്ഥാപനം എല്ലാവർക്കും അറിയാവുന്നവര്. ഈ ടെൻഷനുകൾ ഇല്ലാതെ, ഓഫീസറെ ടെൻഷനുകൾ ഇല്ലാതെ 1 വർഷക്കാലം സമാധാനമായിട്ട് പൂജ ചെയ്യാം എന്നൊരാഗ്രഹം. അതാണ് ഞാൻ കമ്മിറ്റിയായിട്ട് ഞാൻ തുടരാം, 1 വർഷത്തേക്ക് തുടരാം. അത് കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ആട്ടെന്ന് വിചാരിച്ചു. അന്ന് ഇവിടെ ഒരു യാത്രയും ഒക്കെ പ്രത്യേക സ്ഥലം സംഘടിപ്പിച്ചു. അന്ന് ഞാൻ 1 വർഷത്തേക്ക് ഞാൻ തുടർന്നോളാം. 1 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ ഇവിടെ കമ്മിറ്റി ഭാരോ ശംഭോദര സാറിനോട് ഞാൻ പറയും മാറണം, അതിനും വേണ്ട, ചെയ്യാവുന്നിടത്തോളം കാര്യം ചെയ്തേ പറ്റൂ, ഞങ്ങൾക്ക് പുറത്ത് നാളെ അന്വേഷിക്കണം. സർവീസ് കാലത്തെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. റിട്ടയറിന് ശേഷം സർക്കാർ തരുന്ന പെൻഷൻ വേതനമായി കണക്കാക്കി ചെയ്തു പോരുകയാണ്. ഇത്രയും വർഷം, ഒരു 1.5 വർഷം മുമ്പ് കണ്ണിന് റെറ്റിനയ്ക്കൊക്കെ സർജറി വേണ്ടി വന്നെടുത്തേക്കാണ്. അന്ന് ഞാൻ എനിക്ക് തുടരാൻ പറ്റിയതെന്ന് പറഞ്ഞു. അപ്പോഴും അന്ന് ഇവിടെ ജയചന്ദ്ര സാറാണ് RI. അദ്ദേഹം പറഞ്ഞു,